തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. പൊന്നോണത്തെ വരവേറ്റുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പുലാക്കോട് അടയ്ക്കോട് പ്രദേശത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നടന്നു. ഓണത്തെ വരവേറ്റുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് ജ്വാല സംഘകൃഷിയുടെ നേതൃത്വത്തിലാണ് പുലാക്കോട് അടയ്ക്കോട് പ്രദേശത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്തത്. ഇരുനിറത്തിൽ വർണ്ണാഭമായി പൂത്തു നിൽക്കുന്ന പൂക്കളുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണിത്. കാരണം നമ്മുടെ നാട്ടിലേക്കുള്ള പച്ചക്കറികളായാലും അതുപോലെ പൂവുകളെല്ലാം തന്നെ അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ ജയൽജിക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടുകാർക്കുമുള്ള പൂവ് നമ്മുടെ ഈ ജയൽജി അംഗങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ സന്തോഷമാണ്. നമുക്കറിയാം, ഒരുപാട് കൃഷികൾ നമ്മൾക്കുണ്ട്, ജയൽജി ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെല്ലാം തന്നെ വരും സമയങ്ങളിൽ ഇതുപോലുള്ള ചെണ്ടുമല്ലി കൃഷി കൂടെ അവരെ കൂടെ വ്യാപിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കുള്ള പൂവെല്ലാം നമ്മുടെ സ്ഥലത്തു നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് ആവശ്യമായി പൂവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ളത് ഏറെ സന്തോഷപ്രദമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൂക്കൃഷിക്ക് പോലും നമ്മുടെ പഞ്ചായത്ത് സബ്സിഡി നൽകുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മളിപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരും സമയങ്ങളിൽ അത് കൂടുതൽ ജയൽജികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് കൂടെ ഉപകാരപ്രദമായിരിക്കും ഈ സൗകര്യം. അതുപോലെ തന്നെ പൂവ് കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഏറെ സന്തോഷം, നമുക്കത് നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഏറെ സന്തോഷം നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ജയൽജി അംഗങ്ങൾ അവർ ഒരുപാട് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പൂക്കൃഷി എന്നുള്ളതല്ലാണ്ട് നമ്മുടെ പച്ചക്കറി തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് ജയൽജി അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികളൊക്കെ തന്നെ നമുക്ക് ഏറെ സൗകര്യമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു പദ്ധതി കൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ സംഘകൃഷിക്കാർക്കും അവരും ജയൽജി അംഗങ്ങൾക്കും ഇതൊരു വരുമാനമായിട്ടാണെങ്കിലും പുതിയതായിട്ട് വരുന്ന സമയങ്ങളിൽ ഇതുകൂടെ അവർക്ക് ഏറ്റവും പ്രയോജനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതൊരു മറ്റുള്ള സംഘകൃഷിക്കാർക്ക് കൂടെ ഒരു മാതൃകയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ജ്വാല സംഘകൃഷിയുടെ ഭൂകൃഷി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. ഇന്നത്തെ കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകി വരുന്നത്. കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളുടെ കീഴിൽ വരുന്ന JLG ഗ്രൂപ്പുകൾ നടത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങളുണ്ട്. സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത കൈവരിക്കുക എന്നതും കൂടി ഇത്തരം പ്രവർത്തനങ്ങളുടെ മുഖ്യ ലക്ഷ്യമാണ്. ഓണക്കാലത്ത് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നതു മാത്രമല്ല, പൂക്കളം നിർമ്മിക്കുന്നതിനാവശ്യമായ പൂക്കളും നിർമ്മിച്ച് ആ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായി നടപ്പിലാക്കി വരുന്ന ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉത്സവത്തിന് എത്തിയ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ, CDS അംഗം സാലമ്മ, വാർഡ് മെമ്പർമാരായ LC ബേബി, അംബിക, ജ്വാല സംഘം കൃഷി അംഗങ്ങളായ ബിന്ദു, ആശ, കനകലത, സുജിത, കുടുംബശ്രീ ADS JLG അംഗങ്ങളും പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വാർഡ് തലങ്ങളിൽ ഓണത്തോടനുബന്ധിച്ചുള്ള പൂക്കൃഷി വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയും ഒപ്പം തന്നെ നമ്മുടെ വരവ് പൂക്കളെ നിയന്ത്രിക്കാനും നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഓണക്കാലത്ത് പൂവിടാനും വേണ്ടിയിട്ടുള്ള പൂക്കളം ഒരുക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബശ്രീ CDS ഇത്തരം ചെണ്ടുമല്ലി തൈകൾ നൽകിയിട്ട് ഈ പരിപാടി തുടങ്ങിയത്. നമ്മുടെ പഞ്ചായത്തിൽ 3000 തൈകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് 9-ാം വാർഡ്, 11-ാം വാർഡ്, 19-ാം വാർഡ് എന്നീ വാർഡുകളിലേക്കാണ് നമ്മൾ തൈകൾ ജയൽജിക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ 9-ാം വാർഡിൻ്റെ പൂക്കൃഷി വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. CCV ന്യൂസ്, ചേലക്കര.